ഞാൻ ചേച്ചിയോട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറയണ വന്നത്. പോയിട്ട് വരാം. നിക്ക്, നീ ധൃതി വെച്ച് അങ്ങനെ അങ്ങ് പോവല്ലേ? സഞ്ജു ഓഫീസിൽ പോവാനല്ലേ ഇറങ്ങിയത്? അമ്മു ക്ഷേത്രത്തിലേക്കും. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ചു പോക്കൂടെ? അത് വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം. അമ്മുവിനെ കൂടെ കൂട്ടാൻ സഞ്ജു തയ്യാറല്ലേ? അതിനെന്താ, അവള് വന്നാൽ എവിടെ വേണമെങ്കിലും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാനില്ല. ഡ്രോപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നീ എന്തിനാ വിഷമിക്കുന്നേ? കൂടെ പൊയ്ക്കൂടെ? വേണ്ട, ഞാൻ പോയിക്കോളാം. എന്നാ പിന്നെ ഞാനും പോട്ടെ. ഒരാളെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഓഫീസിലേക്കുള്ളൂ. കാണാനുള്ള ആള് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സഞ്ജു എൻ്റെ അടുത്തിരുന്ന് വെറുതെ സമയം കളയണ്ട. അതുകൊണ്ട് ഒരു ഗുണവും വരാനുമില്ല. ചെല്ല്, ഗുണമുള്ള കാര്യങ്ങൾ ചെയ്. നിന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡാ. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ എത്താം. ബൈ. അവള് ഗേറ്റ് കടക്കുമ്പോഴേക്കും സഞ്ജു കാറുമായി പിന്നാലെ ചെല്ലും. സഞ്ജുവിനെ തേടിയാവും അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ അവള് ഇങ്ങോട്ട് വന്നത്. സഞ്ജുവിന് പുറത്ത് ആരെയോ കാണാനുണ്ടെന്ന് വെറുതെ പറഞ്ഞതാ. ഇത് പ്ലാൻ ചെയ്തുള്ള പോക്ക് തന്നെയാ. ഇപ്പൊ അവള് സഞ്ജുവിന്റെ ഒപ്പം കാറിൽ കയറിയിട്ടുണ്ടാവും. സഞ്ജുവിന്റെ ഒപ്പം ഞാൻ യാത്ര ചെയ്ത അതേ സീറ്റ്. മോൾ എവിടെ പോയി? അവളുടെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് മല്ലികയ്ക്കൊപ്പം പോയിരിക്കുക. അവളുടെ വിവാഹത്തെപ്പറ്റി നമ്പീശൻ പറഞ്ഞത് ഗൗരവമായിട്ടാണോ? ഏട്ടനത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാനും അത് ആദ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. പരമാവധി എതിർത്തും നോക്കിയതാ. പക്ഷേ കാര്യങ്ങൾ എന്റെ കൺട്രോളിലല്ല ഏട്ടാ. ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ അടുപ്പമാ സഞ്ജനയ്ക്ക് സഞ്ജുവിനോട്. അല്ല, ഞങ്ങൾ തന്നെ ഇത് അറിയുന്നത് ഇപ്പോഴാ. മല്ലിക ഞങ്ങളിൽ നിന്ന് അത് മറച്ചു വെച്ചു. പക്ഷേ സഞ്ജു മുറപ്പണ്ണുമായിട്ട് പ്രണയത്തിലല്ലേ? ഇനി ആ വിവാഹത്തിന് പ്രസക്തിയുണ്ടോ? മംഗലശ്ശേരിയിലെ ഏക അവകാശിയാ സഞ്ജു. ആ കുടുംബത്തിൽ മറ്റാർക്കും കുട്ടികളില്ല. കവിത വിവാഹം കഴിച്ചിട്ടുമില്ല. തറവാടിന് ഒരു അവകാശി വേണമല്ലോ. അതെന്റെ മോളാകുന്നതല്ലേ ഏട്ടാ നല്ലത്. എനിക്ക് ആ കുടുംബത്തോടുള്ള പക എന്താണെന്ന് സഞ്ജനയ്ക്കറിയാം. അതിനവള് തടസ്സമായി നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നു. അവൾക്ക് പക്ഷേ സഞ്ജുവിനെ വേണം. നീ കരുതുന്നത് പോലൊരു പയ്യനല്ല സഞ്ജു. ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും അവനുള്ള അറ്റാച്ച്മെന്റ് അറിയാതെയാ നീ കളിക്ക് കൂട്ടു നിൽക്കുന്നത്. അവൻ എന്റെ മോളെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ഏട്ടൻ പറയുന്നത്? അവന്റെ കൺമുന്നിൽ ഓരോരുത്തരായി മരിച്ചു വീഴും. ജീവനിൽ കൊതിയുള്ളവർ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കും. എനിക്ക് വേണ്ടത് ഗംഗാധര പണിക്കരുടെയും ശ്രീദേവിയുടെയും ജീവനുകളാ. അത് ഞാൻ എടുക്കും. അതിനുശേഷേ അച്ഛന്റെയും ഏട്ടന്റെയും പിണ്ടം ഞാൻ വയ്ക്കും. കവിതയുടെ കാര്യം ഞാൻ എങ്ങനെ ഇവിടെ മുന്നിൽ അവതരിപ്പിക്കും? ഇതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാനാവില്ല ഗൗതം.
സഞ്ജന മോൾ ഇവിടെ തങ്ങുന്നത് തന്നെ സഞ്ജു എന്നുള്ള പ്രതീക്ഷയില്ല. ഈ പ്ലാൻ സക്സസ് ആവാൻ ആ വീട്ടിൽ നിന്ന് ഒരാളുടെ പിന്തുണ ഉണ്ടാവുന്നത് നല്ലതല്ലേ? മംഗലശ്ശേരിയിൽ നിന്നോ? അതിനാരാ ഉള്ളത്? കവിത. നിങ്ങൾ കരുതുന്നത് പോലെയല്ല കവിതയുടെ ക്യാരക്ടർ. സ്വന്തം വീട്ടുകാരോട് പകയുമായിട്ടാ കവിത ജീവിക്കുന്നത്. അവളുടെ കൂടെ സഞ്ചരിക്കുന്ന എനിക്കത് മനസ്സിലാവും. മംഗലശ്ശേരി ഗ്രൂപ്പ് സഞ്ജുവിൽ നിന്ന് കൈയടക്കാനുള്ള ഗ്രൗണ്ട് വർക്കുകളാണ് കവിത ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവാഹം നടക്കാതെ പോയതിന്റെ പകയാണോ കവിതയ്ക്ക്? അതെ. സഞ്ജന സഞ്ജുവിനെ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ കവിത ഗിരിയെ ആഗ്രഹിച്ചിരുന്നു. അതിന് വിലങ്ങുതടിയായ മുകുന്ദനോടായിരുന്നു അവൾക്ക് ആദ്യം പക തുടങ്ങിയത്. മുകുന്ദൻ മരിച്ചു. എന്നിട്ടും പകയുടെ കനൽ കവിതയിൽ തണുത്തുപോയിട്ടില്ല. ശ്രീദേവിയോടും അടങ്ങാത്ത പകയെ അവൾക്ക്. ഇത്രയൊക്കെ ഏട്ടനോട് എന്ത് വിശ്വാസത്തിലാ കവിത പറഞ്ഞത്? ഏട്ടൻ അവളുടെ PA മാത്രമല്ലേ? ഇനിയും നിന്നിൽ നിന്ന് ഞാൻ ഒന്നും മറക്കുന്നില്ല. ഞാനിവിടെ വന്നിട്ട് ആദ്യം ടാർഗറ്റ് ചെയ്തത് കവിതയാ. എളുപ്പത്തിൽ തന്നെ എനിക്ക് അവളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു. എന്റെ ലക്ഷ്യം തന്നെയാണ് അവളുടേതെന്ന് മനസ്സിലായതോടെ ഒന്നിച്ചു നിൽക്കാമെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തു. അവളുടെ PA ആയി എന്നെ മംഗലശ്ശേരി ഗ്രൂപ്പിലേക്ക് അവൾ നിഷ്പ്രയാസം കയറ്റിവിട്ടു. ഇപ്പോഴും ഏട്ടൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിയിട്ടില്ല. അവൾ കൈവിട്ടു പോവാതിരിക്കാൻ വിവാഹം എന്നൊരു എഗ്രിമെന്റ് ഞാൻ വെച്ചു. അവളത് അംഗീകരിച്ചു. പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടായിട്ടില്ല. അത് സാധ്യമാവുന്നത് മംഗലശ്ശേരി അവളുടെ കൈകളിൽ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും. ഞാൻ സഞ്ജനയെ ആ വീട്ടിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ആ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാനാ. പക്ഷെ ഏട്ടന്റെ ശ്രമം സകലതും കവിതയ്ക്ക് അടിയറവ് വെക്കാനും. ഞാനിത് അവളോട് പറയേണ്ടെന്നാണ് നമ്പീശ കരുതിയത്. സഞ്ജുവിനെ തീർത്തുകളയാൻ പലവട്ടം ഞാൻ ശ്രമിച്ചതും കവിതയുടെ പിൻബലത്തോടെയാ. ഇനി അത് വേണ്ട ഗൗതം. ഞാന് അവളെ പറഞ്ഞ് ഒരു വഴിക്ക് കൊണ്ടുവരാം. കവിതയെ കൂടെ നിർത്തുന്നത് നമുക്ക് ഗുണം ചെയ്യും. പക്ഷേ അതിപ്പോ ഗൗരിക്ക് മനസ്സിലാവില്ല. നമ്പീശൻ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്ക. സഞ്ജുവിന് ഇപ്പൊ അത് മനസ്സിലായില്ലേ? 3 സൈഡായിട്ട് ഇറക്കിയിരിക്കുന്നത് തേർഡ് ക്വാളിറ്റി മെറ്റീരിയൽസാ. പോൾസൺ ഏജൻസിക്ക് പാസ്സാക്കി കൊടുത്തിരിക്കുന്ന ബില്ലിൽ കാണുന്നത് ഫസ്റ്റ് ക്വാളിറ്റി. തട്ടിപ്പ് എങ്ങനെയുണ്ട്? ഗൗതം തന്നെയാണ് ഈ കൊട്ടേഷന്റെ പിന്നില്. അത് പിന്നെ കവിതയുടെ അനുവാദമില്ല നടക്കൂ. 50 ലക്ഷത്തിന്റെ വെട്ടിപ്പാ നടന്നിരിക്കുന്നത്. പോൾസൺ ഏജൻസിക്ക് കൊടുക്കുന്ന കമ്മീഷൻ വേറെയും. ഗൗതമിനെ വച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആപത്താ. എന്താ സഞ്ജു? പോൾസൺ ഏജൻസിയുമായിട്ടുള്ള സകല ഇടപാടുകളും നമ്മൾ അവസാനിപ്പിക്കാനുള്ള കാരണം അപ്പച്ചിക്ക് അറിയാവുന്നതല്ലേ? പണി നടന്നുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗിന്റെ ഒരു ഫ്ലോർ തകർന്നു വീണത് അപ്പച്ചി മറന്നു കാണില്ലെന്നാ ഞാൻ കരുതിയത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാ സഞ്ജു പറയുന്നത്? മംഗലശ്ശേരി കൺസ്ട്രക്ഷൻസ് ബാൻ ചെയ്ത ഒരു ഏജൻസിയുമായിട്ട് വീണ്ടും കരാറിലെത്തിയിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് നമുക്കുണ്ടായ നഷ്ടത്തിനും പേരുദോഷത്തിനും കാരണം ഈ പോൾസൺ ഏജൻസിയാണ്. ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് മതി എന്ന ബോർഡ് മീറ്റിംഗ് തീരുമാനം ആരാണ് കാറ്റിപ്പറത്തിയത്? അപ്പച്ചി അതിനൊരു എക്സ്പ്ലനേഷൻ തരണം. നിന്റെ നാവ് അടപ്പിക്കാൻ എനിക്ക് അറിയാനിട്ടല്ലടാ.
ദിനേശിനോടൊന്ന് പുറത്തു പോകാൻ പറ സഞ്ജു. അങ്കിൾ എന്തിനു പുറത്തു പോണം? അങ്കിൾ അന്യനൊന്നും അല്ലല്ലോ. ഓക്കെ, എന്ത് എക്സ്പ്ലനേഷനാണ് ഞാൻ നിനക്ക് തരേണ്ടത്? എന്നോട് എക്സ്പ്ലനേഷൻ ചോദിക്കാനൊന്നും നീ ആയിട്ടില്ല. തൊഴിലാളികളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു പ്രോബ്ലത്തിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ MD ആയി വരുന്നതിന് മുൻപേ മംഗലശ്ശേരി ഗ്രൂപ്പുമായി തുടങ്ങിയ ബന്ധം അവർക്ക്. തേർഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഇറക്കിയിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയുടെ ബില്ല് മാറുന്നതിനെ പറ്റി കൂടി അപ്പച്ചി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് തേർഡ് ക്വാളിറ്റി ആണെന്ന് സഞ്ജുവിനോട് ആരാ പറഞ്ഞേ? സഞ്ജു സൈറ്റ് വിസിറ്റ് ചെയ്തോ? ഇല്ലല്ലോ. ദിനേശൻ പറഞ്ഞ അറിവ് വെച്ചിട്ടല്ലേ അക്കൗണ്ട്സ് നിന്ന് ഫയൽ വാങ്ങിച്ചിട്ട് സഞ്ജു ഈ അഭിപ്രായം പറഞ്ഞത്? ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്. ഓ, എന്നോട് ഈ വിവരം പറഞ്ഞത് സൈറ്റ് മാനേജറും തൊഴിലാളികളാ. കവിത ഗൗതമിനെ പ്രൊട്ടക്ട് ചെയ്യാനാ നോക്കുന്നത്. ഞാൻ എന്തിനു ഗൗതമിനെ പ്രൊട്ടക്ട് ചെയ്യണം? ദിനേശൻ അതുകൂടി എനിക്ക് പറഞ്ഞു. ദിനേശന്റെ കള്ളക്കളികൾ നടക്കാതെ വന്നപ്പോ തൊഴിലാളികൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് അവരെ വശപ്പെടുത്തിയ ദിനേശൻ നാണം കെട്ട കളി നടത്തുന്നത്. കർക്കശക്കാരനായതുകൊണ്ട് തൊഴിലാളികൾക്ക് ഗൗതത്തിന് താല്പര്യമില്ല. കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ശമ്പളക്കാരൻ മാത്രമാണ് ഗൗതം. ആ ശമ്പളക്കാരന്റെ സർവീസ് ഇനി ഈ കമ്പനിക്ക് വേണ്ട. അയാളുടെ എല്ലാ ഇടപാടുകളും തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഗൗതമിനെ അപ്പോയിന്റ് ചെയ്തതേ ഞാനാ. അയാൾ ഒരു തരത്തിലുള്ള അഴിമതിയും നടത്തിയതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾക്കെതിരെയുള്ള നടപടി ഞാൻ എടുത്തോളാം. ഈ വിഷയത്തിൽ സഞ്ജു ഇടപെടണ്ട. എന്താ സഞ്ജുവിന് അതിന് അധികാരമില്ലേ? എന്റെ PA പിരിച്ചുവിടണമെങ്കിൽ അതിന് എന്റെ പെർമിഷൻ വേണം. നീ എന്താ ദിനേശ കരുതിയത്? ഗൗതമിനെ അങ്ങ് ഒഴിവാക്കി വിടാന്നോ? അയാൾ കാണിച്ചതേ ഒന്നാന്തരം തട്ടിപ്പാ. ഓഹോ, മംഗലശ്ശേരിക്കാര് വെട്ടിച്ചും തട്ടിച്ചും നീ ജീവിക്കുന്നുണ്ടല്ലോ. നിന്റെ അതേ സ്ഥാനം ഗൗതമിനും ഇവിടെ ഉണ്ട്. അതോർത്ത് വച്ചാ നിനക്ക് നല്ലത്. അമ്മൂനെ മുന്നിൽ നിർത്തിയുള്ള കളി കവിത തുടങ്ങി കഴിഞ്ഞു. മംഗലശ്ശേരി ഗ്രൂപ്പ്സും കവിത വിഴുങ്ങുന്ന സമയം ദൂരത്തല്ല. കവിത, നീ എവിടേക്ക് ഓടിപ്പോകുന്നത്? കാര്യം പറഞ്ഞിട്ട് പോ. ഇനിയുള്ള എന്റെ നീക്കം സഞ്ജുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാ. അവൻ ഇന്ന് കാണിച്ച മൗനം ഗൗതം കണ്ടില്ലേ? ദിനേശൻ പറഞ്ഞ അറിവ് വെച്ച് ഗൗതത്തിനെ ഒരിക്കലും സഞ്ജു ഓഫീസിൽ വെച്ച് പൊറപ്പിക്കില്ല. അവൻ മറിച്ചൊന്ന് സംസാരിക്കാതിരിക്കണമെങ്കിൽ അവൻ എന്നെ ഭയപ്പെടണം. അത് ചെറുതായിട്ടൊന്നുമല്ല, വലുതായിട്ട് തന്നെ. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഗൗതത്തിനുണ്ടോ? അവന്റെ മുഖം കണ്ടപ്പോ തന്നെ ഞാനത് ഊഹിച്ചതാ. നിന്റെ മുഖത്ത് നോക്കാൻ പോലുള്ള ധൈര്യം അവൻ കാണിച്ചില്ല. ഞാൻ പ്രതികരിക്കുമ്പോഴൊക്കെ അവൻ നിശബ്ദനാവുക. ഒച്ച എടുക്കാൻ പോയിട്ട് എതിർത്തൊരു വാക്ക് പറയാൻ പോലും അവന് കഴിയുന്നില്ല. കൈകാലുകൾ ബന്ധിച്ച് ആഴക്കടലിൽ വലിച്ചെറിഞ്ഞവന്റെ ദയനീയത. എന്താ ഗൗതം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? അമ്മു എല്ലാ കാര്യങ്ങളും അവനെ അറിയിക്കുന്നുണ്ടെന്നല്ലേ? ഏത് നേരവും മംഗലശ്ശേരിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് സഞ്ജുവിനറിയാം. നെഞ്ചിടിപ്പോടെ അതിന് കാത്തിരിക്കവൻ. അവന്റെ ഈ തളർച്ചയെ മുതലെടുത്ത് വേണം എനിക്ക് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. ഇനി ഞാൻ പറയും, അവനെ അനുസരിക്കും. കാര്യങ്ങൾ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. അവൻ പോയത് മംഗലശ്ശേരിയിലേക്കാണ്. അവന്റെ പിന്നാലെ ഞാനും അങ്ങോട്ട് പോവാണ്. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ ഗൗതം. ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്രയോ കാലമായി.
ദൈവമായിട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നതാ മോനെ. അവളെ കൊന്നുകളയാനും ഓടിച്ചുവിടാനും ഒക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഒരത്ഭുത വിളക്ക് കയ്യിലിരിക്കുമ്പോഴാ ഞാൻ അതിനൊക്കെ ശ്രമിച്ചതെന്ന് ഓർക്കുമ്പോഴേ ഞാനൊരു വിഡ്ഢിയായിരുന്നല്ലോ എന്ന് തോന്നിപ്പോവാ. അതാ സത്യത്തിൽ എന്നെപ്പം ഞെട്ടിക്കുന്ന. ഇനി കവിത ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഈ ദിവസം അവൻ തന്നെ എന്നോട് പറയും അവന് പറ്റിപ്പോയ തെറ്റ്. ആ തെറ്റ് പുറത്ത് പറയാതിരിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തോ അവനത് തന്നിരിക്കും. നിന്റെ നീക്കം എന്താണെന്ന് നീ പറഞ്ഞിട്ടു. ഇതിനൊന്നും അവൻ വഴങ്ങിയില്ലെങ്കിൽ സഞ്ജുവിന്റെ മുന്നിൽ വച്ച് ഞാൻ അമ്മുവിനെ ചവിട്ടി അരയ്ക്കും. അവളെ അവൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവനത് കണ്ടു നിൽക്കാനാവില്ല. എല്ലാവരുടെയും മുന്നിൽ വച്ച് ഞാനും അവനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ ഞാൻ കൊണ്ടെത്തിക്കും. നീ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ കയ്യിൽ ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റിയ ഒരു തെളിവ് പോലും ഇല്ല. ഞാൻ ഇത്ര ഇട്ടുകൊടുത്ത പോരെ? അമ്മുവിനെ കൊണ്ടത് പറയിക്കേണ്ട ബാധ്യത വല്യേച്ചിക്കും ശ്രീദേവിക്കുമാണ്. എനിക്ക് നിന്നോട് പറയാനുള്ളത് വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കരുത്. നീ നിന്റെ ഡിമാൻഡ് അവനോട് പറ. ആദ്യം അവനത് അംഗീകരിക്കുമല്ലോ എന്നറിയട്ടെ. ഇതിനിടെ നമുക്ക് സഞ്ജുവാണ് അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ളതിന്റെ തെളിവുകൾ കണ്ടെത്തണം. ഇക്കാര്യത്തിൽ നിങ്ങളെ ആശ്രയിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഗൗതം. സഞ്ജയ് എന്ന പേര് കേട്ടിട്ട് അത് സഞ്ജു ആണെന്നുള്ള സംശയം മാറ്റിയെടുക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ. എനിക്കെന്തിനിപ്പോ വേറെ തെളിവ്? ഏറ്റവും വലിയ തെളിവ് കഴുത്തില് താലി അണിഞ്ഞ് മംഗലശ്ശേരിയിലെ മരുമോളായിട്ട് നടക്കുന്ന ആ പെണ്ണ് തന്നെയാണ്. ശ്രീകുട്ടിയോട് പോലും അവളുടെ ഭർത്താവ് ആരാണെന്ന് പറയാത്ത സ്ഥിതിക്ക് എന്റെ ഈ വെളിപ്പെടുത്തൽ പലരുടെയും മനസമാധാനത്തെ തകർക്കും. കവിത, നീ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുന്നത് നല്ലതാ. ദിനേശൻ മറ്റൊരു കളി കൂടി കോപ്പ് കൂട്ടുന്നുണ്ട്. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായതാ. എന്താ അവന്റെ നീക്കം? അതെന്താണെന്ന് അവൻ പറഞ്ഞിട്ടില്ല. നിന്റെ വാദം പൊളിക്കാൻ അവന് കഴിഞ്ഞാൽ നീ പിന്നെ മംഗലശ്ശേരിയിൽ ഉണ്ടാവില്ല. സഞ്ജുവാണ് അമ്മുവിന്റെ ഭർത്താവെന്ന് നീ വെളിപ്പെടുത്തിയ അവനല്ല മറ്റൊരാളാണെന്ന് പറഞ്ഞു ദിനേശൻ രംഗത്ത് വന്ന നീ എന്തു ചെയ്യും? സഞ്ജുവിന്റെ സഹായത്തോടെ മറ്റൊരാളെ ദിനേശൻ രംഗത്തിറക്കിയാലോ? തൽക്കാലം ഈ കാര്യം വീട്ടുകാരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഗുണം ചെയ്യുന്നത്. പകരം സഞ്ജുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തന്ത്രമായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എന്തു വേണമെന്ന് കവിതയ്ക്ക് തീരുമാനിക്കാം. ചേച്ചിക്ക് പുറത്തു പോണെങ്കിൽ എന്നെ വിളിച്ചൂടായിരുന്നോ? നീ കൈയെടുക്ക്. എന്തിനാ ചേച്ചി എന്നോട് ദേഷ്യം കാണിക്കുന്ന? നിന്നോട് കൈയെടുക്കാനാ പറഞ്ഞ. എനിക്ക് പുറത്തു വരാൻ ആരുടെയും സഹായമൊന്നും വേണ്ട. മറ്റുള്ളവരെ ആശ്രയിച്ച് എത്ര കാലം ഞാൻ ജീവിക്കാനാ? സ്വാതി അമ്മൂനെ അകറ്റി നിർത്തുന്നതിൽ ഇവൾക്ക് വലിയ വിഷമമുണ്ട്. അതും പറഞ്ഞ് ഇവൾക്ക് അറിയാത്ത സമയമില്ല. അതിന് മാത്രമുള്ള ആത്മാർത്ഥതയൊന്നും ഇവൾ എന്നോട് കാണിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഇവള് പറയട്ടെ.